ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിരിക്കുന്നത് മഹാരാജ എന്ന ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ടാണ്. തമിഴ് മൂവിയാണ്. നമ്മൾ വിജയ് സേതുപതിൻ്റെ 5 വർഷത്തിന് ശേഷം വിജയ് സേതുപതി അഭിനയിക്കുന്ന നല്ലൊരു ചിത്രം എന്ന് തന്നെ നമുക്ക് തീർച്ചയായും ഈ ചിത്രത്തെ പറയാം. മഹാരാജാസ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. സംവിധാനം ചെയ്തിരിക്കുന്നത് നിതിൻലാൽ സ്വാമിനാഥനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് വിജയ് സേതുപതിയാണ്. അതുപോലെ തന്നെ അനുരാഗ് കശ്യപും കേന്ദ്ര കഥാപാത്രം തന്നെ ആയി ഇതിൽ വന്നിട്ടുണ്ട്. ഒരു റിവെഞ്ച് ത്രില്ലറായിട്ടാണ് ചിത്രം പോകുന്നത്. നമുക്കിതിൽ ഓരോ ഫ്രെയിമുകളും ഗംഭീരമായി തന്നെ ഈ സംവിധായകൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഒരു തവണ പോലും നമുക്ക് മോശം എന്ന് പറയാനില്ല. അതുപോലെ തന്നെ ഒരു ആക്ഷൻ മൂവിയാണെന്ന് വിചാരിച്ച് പോകണ്ട. തീർച്ചയായും അടിയൊക്കെ ഉണ്ട്, ഫൈറ്റൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആക്ഷൻ മൂവിയല്ല, ഒരു റിവെഞ്ച് ത്രില്ലറാണ്. അതിഗംഭീരമായിട്ട് ഇതിൽ പെർഫോമൻസ് വിജയ് സേതുപതിൻ്റെയും അതുപോലെ അനുരാഗ് കശ്യപിൻ്റെ ഒക്കെ അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു മൂവിയാണ്. തമിഴ്നാട്ടിൽ 2024 നല്ലൊറ്റ മൂവികളും ഇറങ്ങിയിട്ടില്ല. ഗരുഡനാണ് അവസാനം ഇറങ്ങിയ ഒരു നല്ല മൂവിയാണ്. അതിനുശേഷം ഇറങ്ങുന്ന ഏറ്റവും നല്ല മൂവികളിൽ ഒന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ള മഹാരാജാസ് എന്ന് പറഞ്ഞ ചിത്രം. അതിഗംഭീരമായിട്ട് പെർഫോമൻസും അതിഗംഭീരമായിട്ട് ഫിലിമുകളും ഒക്കെയുള്ള ഒരു ചിത്രം തന്നെയാണ്. റിവെഞ്ച് ത്രില്ലറാണ്. തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു മൂവിയാണ് മഹാരാജാസ് എന്ന് പറഞ്ഞ വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ ചിത്രം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യും, മാക്സിമം കമൻറ്റ് ചെയ്യും. താങ്ക് യു.